നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന അശ്വമേധം ക്യാമ്പയിന്റെ ചാലക്കുടി ബ്ലോക്ക് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പാലിയക്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട് ഫെബ്രുവരി 9-ന് 13 വർഷം പൂർത്തിയാവുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട സമഗ്ര വിവരങ്ങൾ ലഭിക്കുന്നതിന് ATM കാർഡ് മാതൃകയിൽ പ്രോപ്പർട്ടി കാർഡ് പുറത്തിറക്കുമെന്ന് മന്ത്രി കെ രാജൻ. പരിയാരം പള്ളിയുടെ അമ്പതിരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ 3 യുവാക്കളെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതികളായ 2 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ചാലക്കുടി നഗരസഭയിൽ ബയോ മൈനിംഗ് അടിയന്തരമായി പൂർത്തിയാക്കാൻ കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ക്രിമിറ്റോറിയത്തിനോട് ചേർന്നുള്ള 45 സെന്റ് ഭൂമിയിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്ത് ഈ ഭൂമി ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ബയോ മൈനിങ്ങിലൂടെ നടപ്പാക്കുക. ലോകബാങ്ക് ധനസഹായത്തോടെ സർക്കാർ അനുവദിച്ച വിവിധ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് ബയോ മൈനിങ്. 1,75 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി അനുവദിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ബയോ മൈനിങ് നടത്തുന്നതിന് 20 നഗരസഭകളെയാണ് സർക്കാർ തെരഞ്ഞെടുത്തിട്ടുള്ളത്. പദ്ധതി പ്രകാരം ക്രിമിറ്റോറിയത്തിനും ആയുഷ് ഹോസ്പിറ്റലിനും ഇടയിലുള്ള 45 സെന്റ് ഭൂമിയിലെ നിലവിൽ നിക്ഷേപിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പൂർണ്ണമായും കുഴിച്ചെടുത്ത് ഇത് വേർതിരിക്കുകയും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യുകയും ബാക്കി വരുന്ന മണ്ണ് ഈ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുന്നതുമാണ് പദ്ധതി. ചാലക്കുടി നഗരസഭയ്ക്ക് ഹെൽത്ത് ഗ്രാന്റിൽ നിന്നും അനുവദിച്ചിട്ടുള്ള 35.72 ലക്ഷം രൂപയുടെ വിവിധ പദ്ധതികൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. VR പുരം അർബൻ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നഗരസഭയിലെ പോട്ട, പടിഞ്ഞാറെ ചാലക്കുടി, നോർത്ത് ചാലക്കുടി എന്നിവിടങ്ങളിലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളിലെയും വിവിധ പ്രവർത്തനങ്ങൾക്കാണ് പദ്ധതി വഴി ഈ തുക ഉപയോഗിക്കുക. ദേശീയപാതയോട് ചേർന്ന് സർവീസ് റോഡിൽ മാലിന്യങ്ങൾ നിക്ഷേപം തുടരുന്ന ആര്യങ്കാല പ്രദേശത്ത് അടിയന്തരമായി ക്യാമറ സ്ഥാപിക്കണമെന്ന് വാർഡ് കൗൺസിലർ ജോജി കാട്ടാളൻ ആവശ്യപ്പെട്ടു. ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെ ക്യാമറ സ്ഥാപിക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചു. പോട്ട വില്ലേജിലെ റീസർവേയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പരിശോധന നടത്തുന്നതിന് ഈ പ്രദേശത്ത് തന്നെ ആവശ്യമായ സൗകര്യമൊരുക്കുന്നതിന് കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റിംഗ് കമ്പോസ്റ്റ് എന്ന പ്രോജക്ട് അടിയന്തരമായി പൂർത്തിയാക്കുന്നതിന് ഇനിയും ഗുണഭോക്തൃ വിഹിതം അടയ്ക്കാനുള്ള ഗുണഭോക്താക്കളിൽ നിന്നും തുക അടിയന്തരമായി അടവാക്കുന്നതിനും പദ്ധതി വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനും കൗൺസിൽ തീരുമാനിച്ചു. നഗരസഭയിൽ നിന്നും സ്ഥലംമാറ്റ ഉത്തരവ് ലഭിച്ചിട്ടുള്ള 2 ജീവനക്കാരെ ഈ ഓഫീസിൽ തന്നെ നിലനിർത്തണമെന്ന് കൗൺസിൽ ഐക്യകണ്ഠേന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ 6 ജീവനക്കാരെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റാനും 3 പേരെ മാത്രം ഇവിടേക്ക് നിയമിക്കാനാണ് നിലവിൽ ഉത്തരവ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഓഫീസ് പ്രവർത്തനത്തിന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ കണക്കിലെടുത്ത് നിലവിലുള്ള 2 പേരെ ചാലക്കുടി നഗരസഭയിൽ തന്നെ നിലനിർത്തണം എന്നാണ് കൗൺസിൽ ഐക്യകണ്ഠേന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. യോഗത്തിൽ ചെയർപേഴ്സൺ ആലി ഷിവു അധ്യക്ഷത വഹിച്ചു. ഒരുപാട് നാളായിട്ട് വിളിച്ചിട്ടെന്ന് അവരെ പറയുന്നത് വർഷങ്ങളായെന്ന് പറയുന്നത് 5-8 വർഷങ്ങളായെന്ന് പറയുന്നത്. അപ്പൊ നല്ലൊരു കമ്മിറ്റി രൂപീകരിക്കണം. നിലവിലുള്ള ആൾക്കാരൊക്കെ നിർത്തി ആരൊക്കെയുണ്ടോ അല്ലെങ്കിൽ കൂട്ടി മേടിക്കുന്ന അതായത് മധ്യധ്യക്ഷൻ അതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആൾക്കാരെ പേര് നമ്മുടെ HMC-യിലേക്ക് എടുക്കണം. ഒരു നല്ലൊരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അതിന്റെ പ്രവർത്തനം നല്ല സുഗമമാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം. ഇതില് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും മറ്റേതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവരും അഭിനന്ദിക്കുകയാണ്. അതിന്റെ ഗൗരവം തീർച്ചയായിട്ടും അവർക്കറിയാമെന്നുള്ള തെളിവാണ്. അപ്പൊ അവരൊക്കെ പോയി പരിശോധിച്ചു. ബദൽ മാർഗം നമുക്ക് എന്താണെന്ന് പരിശോധിച്ചപ്പോ
താൽക്കാലിക പാലം നമ്മുടെ ദേശീയപാതയുടെ ബൈപ്പാസ് റോഡിൽ നിന്ന് നമുക്ക് ഈ കോമ്പൗണ്ടിലേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അതിന് നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ ചെലവ് വരുമോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. ഇനി അത് ഏറ്റെടുത്ത കരാർ കമ്പനിയെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പക്ഷെ അത് പൂർണ്ണമായും ആ കരാർ കമ്പനിയെ കൊണ്ട് അങ്ങനത്തെ ഒരു കാര്യം ഏറ്റെടുപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അപ്പൊ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ ട്രൈബൽ മെന്റൽ ഹെൽത്ത് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. പോലീസ്, ഫോറസ്റ്റ്, വിദ്യാഭ്യാസം, ട്രൈബൽ, ICDS, എക്സൈസ്, സന്നദ്ധ സംഘടനകൾ എന്നിവരുമായി സഹകരിച്ച് പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ആദിവാസി സമൂഹത്തിന്റെ മാനസികാരോഗ്യം പരിപോഷിപ്പിക്കുന്നതിനും ലഹരി വസ്തുക്കളുടെ ഉപയോഗം കുറച്ചുകൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ട്രെയിനിങ്ങും ചർച്ചയും സംഘടിപ്പിച്ചത്. ചർച്ചയോടനുബന്ധിച്ച് സ്ഥിരം തൊഴിൽ കണ്ടെത്താനും അതുവഴി സമ്പാദ്യശീലം വളർത്തുവാനും കുട്ടികളുടെ തൊഴിൽ അധിഷ്ഠിത ലഭ്യമാക്കാനും കായികശേഷി കണ്ടെത്തി പരിപോഷിപ്പിക്കാനും ഉന്നതരിൽ ലഭ്യത കുറയ്ക്കാനും വേണ്ടിയുള്ള നടപടികൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉന്നയിച്ചു. ലഹരി ഉപയോഗം നിർത്തുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകാമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പു നൽകി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് വിശദീകരിച്ചു. തുടർന്ന് വരുന്ന മാസങ്ങളിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ് പ്രതിനിധികൾ ചേർന്ന് യോഗം കൂടി പ്രവർത്തനങ്ങൾ വിലയിരുത്താനും തീരുമാനിച്ചു. പരിപാടിയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, ട്രൈബൽ പ്രൊമോട്ടർമാർ, ഊരുമിത്ര ആശമാർ, അംഗൻവാടി ടീച്ചർമാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്ത് തലത്തിൽ നടന്ന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം വാഴച്ചാൽ ഉന്നതി മൂപ്പത്തി ഗീത നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സൗമിനി മണിലാൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാൻഡി ജോസഫ്, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ വിജു വാസുദേവൻ, മലക്കപ്പാറ സ്റ്റേഷൻ ഇൻസ്പെക്ടർ KA ഹബീബ്, കൊല്ല തിരുമേട് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ശശികുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ രജിത് ഗോപിനാഥ്, ഡോക്ടർ പ്രശാന്ത് മാത്യു, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ നെജി ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം നോഡൽ ഓഫീസർ ഡോക്ടർ പീറ്റർ ജോസഫ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. നമ്മൾ തന്നെ ഓരോ ക്ലാസ്സുകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കുക. പിന്നെ എന്നെ സംബന്ധിച്ച് മേഖലയിലായി ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കൂടുതൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗം കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പല ആളുകളിലും നമ്മൾ ഇതുപോലെയുള്ള സാർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഓരോരുത്തരിലും നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങളുമാണ്. കുറെ കൂടി ക്രിയാത്മകമായിട്ട് ഇടപെടാൻ പറ്റും എന്നതുകൊണ്ടാണ് നിങ്ങളെ ഇതിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. എല്ലാ സഹായവും അപേക്ഷിക്കാം. ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവരെ കോപ്പറേറ്റീവ് ക്യാമ്പിലേക്ക് കൊണ്ടുവരാമെന്നാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ നേരത്തെ പറഞ്ഞ ഈ സമ്പൂർണ്ണമായ ഡിമെൻഷ്യയുടെ ഭാഗമായിട്ട് കുറെ പദ്ധതികളിൽ ഒരു പദ്ധതി ആശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ഈ ആശ്വാസം പ്രശ്നം വേണ്ടി മാത്രം ഗവൺമെന്റ് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ SMAയുടെ ഭാഗമായിട്ട് പാലീക്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചിട്ട് ഫെബ്രുവരി 9-ന് 13 വർഷം പൂർത്തിയാവുന്നു. കരാർ കാലാവധി തീരാൻ ഇനി 3 വർഷം മാത്രം. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് നിർദ്ദേശിക്കുന്നതും കരാർ പ്രകാരമുള്ളതുമായ സുരക്ഷയൊരുക്കാതെ പാലിയേക്കര ടോൾ കരാർ കമ്പനി 13 വർഷം കൊണ്ട് ടോൾ ഇനത്തിൽ 1521 കോടി രൂപ പിരിച്ചെടുത്തു. കരാർ നിർമ്മാണ പ്രവൃത്തികൾ പ്രത്യേകിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കാതെയാണ് കമ്പനി ഇപ്പോഴും ടോൾ പിരിക്കുന്നത്. സുരക്ഷാ ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ച 11 ബ്ലാക്ക് സ്പോട്ടുകളിൽ 5 മാത്രമാണ് പരിഹാര നിർദ്ദേശങ്ങൾ കമ്പനി ചെയ്തു തുടങ്ങിയിട്ടുള്ളത്. കരാർ ലംഘനത്തിന്റെ പേരിൽ കരാറിൽ നിന്നും കമ്പനിയെ പുറത്താക്കാൻ NHAI നോട്ടീസ് നൽകിയതിനും 2243.53 കോടി രൂപ കരാർ കമ്പനിക്ക് പിഴ ചുമത്തിയതുമായി ബന്ധപ്പെട്ട് ആർബിട്രേഷണൽ ട്രൈബ്യൂണൽ നിലവിലുള്ള കേസിൽ നിന്നും സംസ്ഥാന സർക്കാർ ഒഴിവായത് കമ്പനിയെ പുറത്താക്കാൻ ലഭിച്ച അവസരം നഷ്ടപ്പെടുത്തലാണെന്ന ആരോപണം ഉയരുന്നു. 2028-ൽ കാലാവധി തീരുമെങ്കിലും ഭാരത്മാല പരിയോജനയിൽ ദേശീയപാത 6 വരിയാക്കും എന്നിരിക്കെ ടോൾ എന്ന കൊള്ള ഇനിയും തുടരുമെന്ന് നാട്ടുകാരുടെ ആശങ്ക. 2022 നവംബറിൽ നടന്ന സുരക്ഷാ ഓഡിറ്റിംഗിന്റെ റിപ്പോർട്ടിൽ 11 ബ്ലാക്ക് സ്പോട്ട് ഉൾപ്പെടെ 50ഓളം കവലകളിൽ മേൽപ്പാലങ്ങൾ, അടിപ്പാതകൾ, യൂടേൺ ട്രാക്കുകൾ, സൈൻ ബോർഡുകൾ തുടങ്ങിയവയാണ് പരിഹാര നിർദ്ദേശങ്ങളായി കാണിച്ചിട്ടുള്ളത്. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാത്തതുകൊണ്ട് ഈ മേഖലകൾ ഇനിയും കുരുതിക്കളങ്ങളായി മാറും. ഇതൊക്കെ കണ്ട് അനങ്ങാതെ സംസ്ഥാന സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. കിഫ്ബി റോഡ്
ടോൾ പിരിക്കാൻ ഉദ്ദേശിക്കുന്ന സംസ്ഥാന സർക്കാരിന് ടോളിനെതിരെ ഉരിയാടാൻ ബുദ്ധിമുട്ടുണ്ടാകും. കരാർ കാലാവധി തീരാൻ 3 വർഷം മാത്രമാണ് ഉള്ളതെന്നിരിക്കെ ഇനിയും കമ്പനിയെ കരാർ ലംഘനം നടത്തി ജനങ്ങളെ കൊള്ളയടിക്കാൻ അനുവദിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി നിലവിലുള്ള കേസിലും കേരള സർക്കാർ നോക്കുകുത്തിയായി മാറിയതായി DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് താജറ്റ് ആരോപിച്ചു. 12 ഫെബ്രുവരി 9-നാണ് ഈ ടോൾ പിരിവ് ആരംഭിച്ചത്. അന്ന് കരാറിൽ പറയുന്ന നിർമ്മാണ പ്രവർത്തികൾ പൂർത്തിയായിരുന്നില്ല, സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായിരുന്നില്ല. 2016-ലാണ് ഇതിന് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചത്. പക്ഷെ അന്നും ഇത് പൂർത്തിയാകാതെ ഇപ്പൊ നമുക്ക് ലഭിച്ച വിവരാവകാശ രേഖയിൽ പറയുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ ഇനിയും പൂർത്തിയാകാനുണ്ട്, നിർമ്മാണ പ്രവർത്തികൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. 2022-ൽ നടത്തിയ സുരക്ഷാ ഓഡിറ്റ്, ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന 11 ബ്ലാക്ക് സ്പോട്ടുകൾ, 30 അതിതീവ്രമായ അപകട സാധ്യതയുള്ള ജംഗ്ഷനുകൾ, 20ഓളം തീവ്രമായ അപകട സാധ്യതയുള്ള കവലകൾ, ഇതിലൊക്കെ ചെയ്യേണ്ട പരിഹാര നിർദ്ദേശങ്ങൾ, മേൽപ്പാലം തുടങ്ങി അടിപ്പാത തുടങ്ങി അങ്ങനെ നിരവധിയായ പരിഹാര നിർദ്ദേശം. അതിൽ കേവലം 5 സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതുവരെ പണി ആരംഭിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിലും യാതൊരു തരത്തിലുള്ള പരിഹാര നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ഈ വിവരാവകാശ രേഖ പറയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പുതുക്കാട് KSRTCയുടെ ആ മുൻവശം, അവിടെയും യാതൊന്നും ചെയ്യാനുള്ള, എന്തെങ്കിലും തരത്തിൽ ചെയ്യാനുള്ള ഒരു പരിപാടിയെക്കുറിച്ച് അല്ലെങ്കിൽ പരിഹാര നിർദ്ദേശത്തെക്കുറിച്ച് അങ്കമാലി മേജർ കോതക്കുളങ്ങര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കഥകളിപ്പദ കച്ചേരി അരങ്ങേറി. തിരുവുത്സവത്തിന്റെ 6ാം ദിവസമായ തിങ്കളാഴ്ച മേരാ രാം മോഹൻ നെടുമ്പള്ളി നയിച്ച കഥകളിപ്പദ കച്ചേരിയാണ് ശ്രദ്ധേയമായത്. അദ്രിജവർമ്മയുടെ പാട്ടിന് കലാമണ്ഡലം ഹരീഷ് മാരാർച്ചന്റെയും കലാമണ്ഡലം ശ്രീജിത്ത് മദ്ദളവും താളമിട്ടു. റോജിയും ജോൺ MLA ക്ഷേത്രത്തിലെത്തി ഉത്സവ ആശംസകൾ നേർന്നു. ഉത്സവ കമ്മിറ്റിക്ക് വേണ്ടി മേരാ രാം മോഹനെയും മറ്റു കലാകാരന്മാരെയും ആദരിച്ചു. തുടർന്ന് ക്ഷേത്രത്തിൽ അന്നദാനവും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ലോട്ടറി ടിക്കറ്റിന്റെ വിജയികളെ ബുധനാഴ്ച അറിയാം. ഉച്ചകഴിഞ്ഞ് 2 മണിക്കാണ് നറുക്കെടുപ്പ്. 20 കോടി രൂപയാണ് 1ാം സമ്മാനം. 2ാം സമ്മാനമായി 20 പേർക്ക് ഓരോ കോടി രൂപ വീതം നൽകും. മൊത്തം 21 കോടീശ്വരന്മാരുണ്ടാകും. ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ വിൽപ്പന തകൃതിയായി മുന്നേറുന്നു. ഇതുവരെയായി 45,34,650 ടിക്കറ്റുകൾ വിറ്റുപോയി. 8,87,140 ടിക്കറ്റുകൾ വിറ്റ് പാലക്കാടാണ് മുൻപിൽ. തിരുവനന്തപുരത്ത് 5,33,200 ടിക്കറ്റുകളും തൃശൂരിൽ 4,97,320 ടിക്കറ്റുകളും വിറ്റുപോയിട്ടുണ്ട്. മറ്റു ജില്ലകളിലും ടിക്കറ്റ് വിൽപ്പന ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. 400 രൂപയാണ് ടിക്കറ്റ് വില. ഇനിയൊരു ഇടവേള.